ഇന്റർനെറ്റിലൂടെ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്കൊടുവിൽ ആരോപണ വിധേയനായ സംവിധായകൻ അനന്തകൃഷ്ണൻ തന്നോട് ക്ഷമ പറഞ്ഞുവെന്ന് വെളിപ്പെടുത്തി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ രംഗത്ത് വന്നിരുന്നു. വാട്സാപ്പ് മെസ്സേജ് ഉൾപ്പെടെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതാണ് സീമ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മെസ്സേജുകളിൽ മുങ്ങിപ്പോയതാണ് കാരണം. ഈ സോറി കണ്ടുകിട്ടി ബോധ്യപ്പെട്ടു. അനന്തകൃഷ്ണൻ നന്ദി എന്ന കുറിപ്പോടെയാണ് അനന്തകൃഷ്ണൻ അയച്ചു എന്ന് പറയുന്ന വാട്സാപ്പ് സന്ദേശം സീമ വിനീത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ഇത് അനന്തുവാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും സമയം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ സോറി. ഒരിക്കലും അത്തരമൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അത് ദയവായി മനസ്സിലാക്കണം എന്ന് പറയുന്ന സന്ദേശമാണ് സ്ക്രീൻഷോട്ട് സഹിതം സീമ പുറത്തുവിട്ടിരിക്കുന്നത്. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അനന്തകൃഷ്ണന്റെ അമ്മയും നടിയുമായ മലാപാർവതിക്കെതിരെയും വൻ വിമർശനം ഉയർന്നിരുന്നു. ഇതിൽ മകനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കി മലാപാർവതി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നിയമപരമായി മുന്നോട്ട് പോകും എന്നായിരുന്നു അവരുടെ നിലപാട്. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെയായി സീമ വിനീത് ഫേസ്ബുക്കിൽ തന്റെ ആരാധകരോട് പങ്കുവച്ച ലൈവും വൈറലാണ്. നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുറച്ച് ദിവസമായി കുറച്ച് തിരക്കുകളും കുറച്ച് വിവാദങ്ങളും ഒക്കെ അതിനൊക്കെ ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരു സ്വസ്ഥമായിട്ട് ഞാൻ ലൈവിലേക്ക് വരുന്നത്. എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും വളരെയധികം നന്ദി. ധാരാളം സഹോദരന്മാർ ഒക്കെ എൻ്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പിന്നെ അതുകൂടാതെ കമൻസ് ആയിട്ടും മെസ്സഞ്ചറിലും ഒക്കെ മെസ്സേജ് അയച്ചു, സപ്പോർട്ട് അറിയിച്ചു. പിന്നെ അതുപോലെ എൻ്റെ കൂടെ നിന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഷെയർ ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക എല്ലാവരിലേക്ക് മാക്സിമം അത് ഷെയർ ചെയ്യിക്കാനൊക്കെ ആയിട്ട് പല ആൾക്കാരും ശ്രമിച്ചു. പല ആൾക്കാരും അതിനെ മോശമായിട്ട് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടുകയുണ്ടായി. എന്തായാലും കൂടെ നിന്നവരോടൊക്കെ നന്ദി. അത് എന്നെ അറിയുന്നവരോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എന്നെ എപ്പോഴും അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ള മുഖപുസ്തകത്തിൽ വന്ന് സംസാരിക്കാറുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക്സ് അ ലോട്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെയാണ് എപ്പോഴും എൻ്റെ സ്ട്രെങ്ത്തും ബലവും എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടായി. വളരെ കുറച്ച് പേരൊക്കെ എന്നെ വിമർശിച്ചെങ്കിലും ഒത്തിരി ആളുകൾ എന്നെ അറിയുന്നവർ എന്നോടൊപ്പം ഉണ്ടായി. അതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചു വരും, മെസ്സേജുകൾ കാണുന്ന സുഹൃത്തുക്കളുടെ. വിനോദ് സുരഭി, ഹായ്. മാഹിൻ, പ്രശ്നങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വൈശാഖ് പറയുന്നുണ്ട് മുമ്പോട്ട് തളരരുതെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തളരുന്ന അങ്ങനെയൊന്നുമില്ല. ഞാൻ സാധാരണ എല്ലാവർക്കും അറിയാം, എൻ്റെ മുഖപുസ്തകത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ല സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി നാളുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാതായിട്ട് എനിക്ക് തോന്നുന്ന മെസ്സേജുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പല ആളുകളും അതിനൊന്ന് വിമർശിക്കാറുണ്ട്, പല ആളുകളും അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ നിലപാടുകളാണ്. ഞാൻ എൻ്റെ നിലപാടുകൾ എപ്പോഴും ഞാൻ വ്യക്തമാക്കി പറയാറുണ്ട്. പിന്നെ എന്താ പറയുക, ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഇത്ര വൈകി എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ചിലപ്പോൾ ചില ഹായ് ഒക്കെ ഞാൻ കണ്ടിട്ട് നോക്കാതെ അങ്ങനെ പോകും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾക്കൊക്കെ മറുപടി കൊടുക്കും. അതൊക്കെയാണ് സാധാരണ ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ പ്രതികരിക്കാൻ തോന്നും, ചില വ്യക്തികൾക്ക് ചില സമയം പ്രതികരിക്കാൻ തോന്നുകയുണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത്, തെളിവുകളുടെ ഭാഗത്ത് ഒക്കെ വേണം നിൽക്കാനായിട്ട്. തെളിവുകളുള്ളിടത്താണ് ശക്തി എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു സുഹൃത്തിനോട് പോലും വളരെയധികം കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ വളരെ സേവ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നത്. വളച്ചൊടിച്ച് വളരെ വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് വേറൊരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെയധികം ഉള്ള സമയമാണിപ്പോൾ. ശില്പ, താങ്ക് യു സോ മച്ച് ശില്പ, അതാണ് വേണ്ടത്. രഞ്ജിത്ത്, എനിക്ക് എന്ത് വിഷമം, എന്നെ കണ്ടിട്ട് വിഷമായിട്ട് തോന്നുന്നുണ്ടോ, വിഷമിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. അത് ചില ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. സീമ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്
ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. എൻ്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വരുമ്പോൾ എന്നോട് മോശമായിട്ട് പല വിധത്തിൽ പെരുമാറിയിട്ടുള്ള പല വ്യക്തികളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അതിനെടുത്ത് രാഷ്ട്രീയവൽക്കരിക്കാനും അത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ പല ആളുകൾക്കുമെതിരെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തിക്ക് വളർച്ചൊടിക്കാനുള്ള ഒരു എന്താ അവരുടെ കയ്യിലെ കളിപ്പാവയോ ഒന്നും ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ട് ആരുടെയും ബിനാമിയല്ല, അതിനൊന്നും എനിക്ക് തീരെ താല്പര്യവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കുക, നമ്മുടെ ഭാഗത്ത് സത്യം, തെളിവുകൾ, നമ്മുടെ ആദർശത്തിനും നിലപാടിനും അനുസരിച്ച് നമ്മൾ നിൽക്കുക. എവിടെയും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക, അത്ര തന്നെ. അതിനി ആരിനി എന്ത് പറയും, എന്ത് വിമർശിക്കുമെന്നുള്ളതല്ല. സീമയാണ്. മറ്റുള്ള വ്യക്തികൾക്ക് അവരുടേതായ വ്യക്തിത്വം കൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്. സീമയ്ക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഇതാണ്. സീമ എപ്പോഴും സീമയുടെ ഈ മുഖപുസ്തകത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. അതൊക്കെ എൻ്റെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമെന്നാണ്. വിനോദ് സുരഭി പറയുന്നു, സൂക്ഷിക്കണം, എതിരാളികൾ കൗശലക്കാരാണ്. എല്ലാവരും കൗശലമുണ്ട് വിനോദ്. അതിപ്പോ ഒരു വ്യക്തിയിലല്ല, എല്ലാ വ്യക്തികളിലും ശരിക്കും പറഞ്ഞാൽ കൗശലമുണ്ട്. അതിപ്പോ ഒരാളുടെ അധിഷ്ഠിതമല്ല. പലരുടെയും കൗശലം പല വിധത്തിലായിരിക്കും. എന്ത് തോന്നുന്നു? അഞ്ജന മാളു ചേച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. പല ആളുകളും എനിക്ക് തോന്നുന്നു എൻ്റെ മുഖപുസ്തകത്തിലെ പല സുഹൃത്തുക്കളും എൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റിനെ വളരെയധികം വിമർശിച്ചിട്ടാണ് എനിക്ക് ആ ഒരു പോസ്റ്റിന്റെ ഇതിലേക്ക് കടക്കാനുണ്ടായ എനിക്ക് പ്രചോദനം. പല ആളുകളും എന്നോട് ചോദിച്ചു, സീമ ഇങ്ങനെയല്ലല്ലോ സാധാരണ ചെയ്യാറുള്ളത്, സീമ ആ ഒരു പോസ്റ്റ് ഇട്ട് അവരെ വലിച്ചു കീറുകയാണല്ലോ പതിവ്, എന്തുകൊണ്ട് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീമയ്ക്ക് ഇങ്ങനെ ഒരു മുഖവുര എന്ന്? അപ്പൊ എന്തുകൊണ്ടാണ് ആ മുഖവുര കൊടുത്തതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അത്രയും ഒരു മുഖവുരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ഏറെ വളരെ രൂക്ഷമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രശ്നം. ഇതിനോടനുബന്ധിച്ച് ധാരാളം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തത്, രാഷ്ട്രീയ പ്രവർത്തകർ ധാരാളം പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തിരുന്നു. പല ആളുകളും അതിനെ വേറൊരു തരത്തിലോട്ട് തിരിച്ചുവിടാനായിട്ട് മുന്നോട്ട് വന്നിരുന്നു. എനിക്കതിലൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. എനിക്കതിനോട് വിയോജിപ്പാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം, ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു. അതിനുള്ള മറുപടി ആഗ്രഹിക്കുന്നവരിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചു, അത്രയേ ഉള്ളൂ. മറ്റൊരാളുടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും ധാരാളം പോസ്റ്റുകൾ ചെയ്യുമ്പോൾ എൻ്റെ മുഖപുസ്തകത്തിലുള്ള സുഹൃത്തുക്കളല്ലാതെ പുറത്തു നിന്നിട്ടുള്ള ആരുടെയും എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സപ്പോർട്ടുകൾ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനൊന്നും അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വ്യഗ്രത കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം ആർക്കാണ് കുളം കലക്കി മീൻ പിടിക്കേണ്ടതായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണകൾ പല മനുഷ്യരിലും ഉണ്ടാവും, തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ടാവും. പക്ഷെ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള അതുകൂടി നമ്മുടെ നിക്ഷിപ്തമാണ്. നമ്മുടെ ഓരോരുത്തർക്കും നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാനും നമുക്ക് കഴിയണം. അനുഭാവ ചേച്ചിയോടൊപ്പം താങ്ക് യു. ശ്രീലക്ഷ്മി അറക്കൽ, ഓ ഡിയർ. പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്, പല വ്യക്തികളും എന്നോടൊന്ന് പേഴ്സണലായിട്ട് ചോദിച്ചു. നന്ദു സന്തോഷ്, ഓ താങ്ക് യു, താങ്ക്സ് അ ലോട്ട്. ശ്രുതി അപ്പിലാഷ് എന്ന് പറഞ്ഞ് ഇനിയും ഞാൻ ഇത്രയും ഒരു കാര്യങ്ങളിൽ നിന്നും ഞാൻ ഇനിയും ചിലപ്പോൾ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് വരും, ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തില്ലെന്ന് വരും. അതൊക്കെ ഓരോ വ്യക്തികളുടെ നിലപാടുകളല്ലേ. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഓരോരുത്തരും ഓരോ സ്പേസിൽ നിന്ന് സംസാരിക്കട്ടെ. അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്കും, മറ്റുള്ള വ്യക്തികൾക്ക് എനിക്കെതിരെ സംസാരിക്കുന്നവർക്ക് അവരുടെ സ്പേസിൽ നിന്ന് സംസാരിക്കട്ടെ. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുക, അത്രയും. പിന്നെ പല ആളുകളും ഇതിനോടകം ഞാൻ പല ആൾക്കാരും എന്നെ ജെൻഡർ അധിക്ഷേപം ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ജെൻഡർ അധിക്ഷേപം എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഞാൻ പല സ്ഥലങ്ങളിൽ സംസാരിച്ചപ്പോൾ സ്ത്രീ എന്ന് സംസാരിച്ച് ഞാൻ സ്ത്രീ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ശരീരം ഞാൻ ഇങ്ങനെ വളരെ കാലം കഷ്ടപ്പെട്ട് വളരെ കാലം അധ്വാനിച്ച് ഓരോ കാശും ഇങ്ങനെ ശേഖരിച്ചു വെച്ച് അതിൽ നിന്ന് ഞാൻ സർജറി ചെയ്ത് മാറിയത്. ഞാൻ വന്നിട്ട്
എൻ്റെ ഒരു വേറൊരു ഇതിലേക്ക് മാറ്റി നിർത്തപ്പെടാനല്ലല്ലോ. ഞാനൊരു സ്ത്രീയായി അറിയപ്പെടാനാണ്, സ്ത്രീയായി ജീവിക്കാനാണ്, സ്ത്രീയായിട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊന്നും എനിക്ക് എൻ്റെ വിഷയത്തിൽ വരുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ സ്ത്രീ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ സ്ത്രീ എന്ന് പറയുകയും ചെയ്യും. ബിപിൻ ബാബു, ഓ മഞ്ജു റോയ്, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എവിടെയും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വളരെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പല ആളുകളിലേക്കും എത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ എത്തപ്പെടേണ്ട ഒരു വഴിയുണ്ടല്ലോ. അത് വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കൃഷ്ണപ്രിയ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പല കുട്ടികളും ഇതിനോടനുബന്ധിച്ച് ഞാൻ ഈ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു. ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളും ആയപ്പോൾ പല പെൺകുട്ടികളും എന്നെ സമീപിച്ചിരുന്നു. പലർക്കും തുറന്നു പറയാൻ പറ്റാത്തത് പലരുടെയും കയ്യിലുള്ള പല കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിലർക്കൊക്കെ പുറത്തു വരാൻ, തുറന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് അവരുടെ നിലപാടുകൾ വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ ഇതിന്, എനിക്ക് തോന്നുന്നു, ഈ ഒരു അവസരത്തിന് പറയുക. പലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെ തോന്നുന്ന ആളുകൾക്ക് കൂടി അതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഉറച്ച നിലപാടും അല്ലെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്ന സ്ത്രീകളെ മറ്റുള്ളവർ അടിച്ചമർത്തി ഒതുക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്തി ഇരുത്താൻ വേണ്ടിയിട്ട് വളരെ വളരെയധികം ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ, പിന്നെ പലർക്കും ഉള്ള സംശയമുണ്ട്. 2017 മുതലുള്ള മെസ്സേജ് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടായി. പല ആളുകൾക്കുള്ള മറുപടികൾ ഞാൻ പറഞ്ഞു, അതിനോടകം തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണത് അങ്ങനെ വൈകിച്ചതെന്നും എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകളോട് പറഞ്ഞു. എപ്പോഴും നമുക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു വിഷയത്തിന് ഒരു തവണ മാത്രമല്ലേ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ണൻ, താങ്ക് യു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ വളരെ ഒത്തിരി ആളുകൾ, അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള ചിലർ എന്നെ വിമർശിച്ചു. അടുത്ത സുഹൃത്തുക്കളിൽ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എല്ലാത്തിനും നമുക്ക് നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ചില ആളുകൾ നമ്മളെ വിമർശിക്കണം. എല്ലാവരും നമ്മളെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തിയിട്ടോ എല്ലാ ആളുകളും നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ. പല ആളുകളിലും നമ്മളുടെ ഒരു വിമർശനം വരുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് ബോധ്യപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ശക്തിയും സ്ട്രെങ്തും കിട്ടുന്നത്. നമ്മളിപ്പോ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നു സൂപ്പറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് സുഖമില്ലല്ലോ. അതിന് വിമർശനങ്ങൾ വരണം. നീരു, താങ്ക് യു നീരു. അപർണ, താങ്ക് യു ബിപിൻ ബാബു, താങ്ക് യു സോ മച്ച്. അപ്പോ ഇത്രയും എന്താ പറയാ, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ ദിവസം നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് തന്നെ തുറന്ന് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശമാവുമെന്ന് തോന്നി. അത് കാരണമാണ് ഞാൻ വന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും വിനോദ് സുരഭി പറഞ്ഞ കറക്റ്റാണ്. എല്ലാവർക്കും ചിത്രം വളരെ വ്യക്തമാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ്, വളരെ ക്ലിയർ ആണ്. പക്ഷെ അത് മറ്റുള്ള ആളുകൾ അതിനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാവാം അത് വളച്ചൊടിക്കുന്നത് എന്നുള്ളത്. പിന്നെ ചില ആളുകൾ പല സ്ഥലത്തും പലരും പറഞ്ഞു കേട്ടു ഞാൻ നഷ്ടപരിഹാരം ചോദിച്ചു എന്നൊക്കെ. ഞാനപ്പോൾ എൻ്റെ പോസ്റ്റുകളിൽ തന്നെ കഴിഞ്ഞു പോയ പോസ്റ്റുകളിൽ തന്നെ പറയുകയുണ്ടായി, സീമ നഷ്ടപരിഹാരം ചോദിച്ചെങ്കിൽ തെളിവുകൾ ഉണ്ടാവുമല്ലോ. സീമയ്ക്ക് പലയിടത്തും പറയാനും കാണിക്കാനും തെളിവുകളുണ്ടെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്നവർക്ക് കൊടുക്കാനും പറയാനും തെളിവുകൾ ഉണ്ടാവുമല്ലോ. എതിരാളികൾ നിശബ്ദരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറയൂ. ശത്രുക്കൾ ഉണ്ടാവും എന്ന് മോനിഷ് പറയുന്നു. തീർച്ചയായിട്ടും
നമ്മളെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു വിധത്തിൽ ശത്രുക്കൾ ഉണ്ടാവും. അതിപ്പോ നല്ല വഴിക്ക് നടക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവാം, നല്ല വഴിക്ക് നടക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന പാത വെട്ടിത്തെളിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവാം, മോശമായിട്ട് നടക്കുന്ന ആളുകൾക്കും ശത്രുക്കൾ ഉണ്ടാവാം. അത് എല്ലാ തരത്തിലും നമ്മൾ ഏത് തരത്തിൽ ജീവിച്ചാലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ശത്രുത ഉണ്ടാവും. ഒരു ശത്രുതയില്ലാതെ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ശത്രുത ഉണ്ടാവും. മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോ എന്താണ്, അതുകൊണ്ടാണ് മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ പ്രതികരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അത് മനുഷ്യരാവും. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ രീതിക്ക് ഇങ്ങനെ ജീവിച്ചു പോവുക, അവരെന്നും റൊട്ടൈനായിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക. മനുഷ്യൻ വ്യത്യസ്തരാണ്. തീർച്ചയായിട്ടും മഞ്ജു, തീർച്ചയായിട്ടും. പിന്നെ എന്റെ പോസ്റ്റുകളെ വളരെയധികം മോശമായിട്ട് വർഗീയപരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളോട് തികച്ചും പുച്ഛം മാത്രമാണ്. അത് ശരിക്കും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പോസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ട പോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ തരാത്ത ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു ദുഷ്പ്രചാരണം അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വളരെയധികം എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അബിൻ, ഹായ് അബിൻ. എനിവേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും പുതിയ കരുത്തുറ്റ പ്രതീക്ഷയാർന്ന ദിവസങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നോടൊപ്പം നിൽക്കുന്ന പോലെ ഞാൻ എല്ലാവരോടൊപ്പം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ആൾ.